നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധന്മാർ നമ്മോട് ഇടപെട്ടല്ലോ. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ അവസാന പാരഗ്രാഫ് വായിച്ച് ഈ ചിന്തകൾ പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുക. സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം വായിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് കൊണ്ടിരുന്ന വിഷയത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് അപ്പോൾ ചിന്തിക്കുന്നത്. ഗലീലയുടെ രേഖപ്പെടുത്തിയിരുന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു, എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. യേശുവിന്റെ 12 ശിഷ്യന്മാരെ കർത്താവ് വിളിച്ച് വേർതിരിപ്പാനിടയായിട്ട് അനേകർ യേശുവിനെ പിൻപറ്റിയിരുന്നെങ്കിലും പഴയ നിയമത്തിന്റെ യഹൂദ കണക്കനുസരിച്ച് 12 ഗോത്രങ്ങൾ, അതുപോലെ തന്നെ 12 ശിഷ്യന്മാർ, ഇതൊക്കെ ദൈവിക ഉപദേശങ്ങളാണ്. അപ്പൊ ആ നിവൃത്തിക്കാണ് 12 പേരെ ദൈവം തെരഞ്ഞെടുത്തത്. ദൈവസഭയുടെ ആരംഭത്തിൽ 12 പേരെ അപ്പോസ്തലന്മാരുടെ പേരിൽ നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നുണ്ട്. യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് മത്തിയാസിനെ എടുക്കുവാൻ ഇടയാത്തുന്ന പരിശുദ്ധന്മാരുടെ ഇതപ്രകാരം അങ്ങനെ 12 ശിഷ്യന്മാരെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഈ 6 ശിഷ്യന്മാരെ വിളിക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 6 പേരെ എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ അത് ദൈവം വായിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് കൂടുതലായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചാൽ ഒരുപക്ഷെ അതിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് എന്റെ പഠനത്തിന് ഞാൻ നോക്കിയതിന്റെ അകത്തുനിന്ന് 6 പേരെ 12 പേരിൽ 6 പേരെ കർത്താവ് വിളിച്ചു വേർതിരിക്കുന്ന ബന്ധത്തുള്ള ഭാഗങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ 12 പേരായിരുന്നു. എല്ലാവരുടെയും പേരുകൾ അവരെങ്ങനെ എവിടുന്ന് വിളിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള മുഴുവനും വിശദീകരണം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുന്നത് അവന് 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ സ്നാനശേഷമായിരുന്നെന്നും അതിനുശേഷമായി യേശു സ്നാനപ്പെട്ട ശേഷം മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രണനായി കടന്നുപോയി 40 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്ന യോർദാൻ അക്കരെയുള്ള ബേഥാനിയോടുള്ള ബന്ധത്തിലായിരുന്നു അവനായിരുന്നത്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ തടവിലായ ശേഷം യേശു പുറപ്പെട്ട് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പോയി എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ക്രിസ്തുവിന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ യെരൂശലേമിലും യെഹൂദയിലും ഉള്ളവർ മാത്രമല്ല, ഗലീലയിൽ നിന്നും ആൾക്കാർ വരുവാനിടയായിരുന്നു. ഗലീലയിൽ നിന്ന് വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവർ യോഹന്നാന്റെ ശിഷ്യന്മാരിലും ഉൾപ്പെട്ടവരായിരുന്നു. അവര് അന്വേഷിച്ചുകൊണ്ടിരുന്നത് മസീഹയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, യാചിപ്പിൻ ലഭിക്കും എന്ന് പറഞ്ഞ പ്രകാരം അന്വേഷിക്കുന്ന അവർ കണ്ടെത്തുവാനിടയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ യോഹന്നാൻ, അതുപോലെ അന്ത്രയോസ്, പത്രോസ്, യാക്കോബ്, ഇവരൊക്കെ അന്വേഷിക്കുന്നവരായിരുന്നു. മസീഹയെ കാണാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ കാത്തിരുന്നവരായിരുന്നു. അപ്പോൾ ആ അന്വേഷിക്കുന്നവരുടെ അടുത്തേക്കാണ് കർത്താവ് കടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചിരുന്നു. ഇവിടെ 3 പിറ്റന്നാൾ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് 3 വ്യത്യസ്ത സമയങ്ങളുടെ ബന്ധത്തിലാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പിറ്റന്നാൾ പറഞ്ഞ യേശു തന്റെ അടുക്കൽ വരുന്ന ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞിരിക്കുന്ന യേശുവിന്റെ സ്ഥാനത്തോടുള്ള ബന്ധത്തിലാണ് പിറ്റന്നാൾ എന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ 35-ാം വാക്യത്തിൽ പറയുന്ന പിറ്റന്നാൾ എന്ന് പറയുന്ന യേശു യോഹന്നാനാൽ സ്നാനപ്പെട്ട ശേഷം 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസത്തിന് ശേഷം മടങ്ങി വന്നതിനെ കുറിച്ചാണ് അതിന്റെ 35-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, യേശു ശക്തിയോടെ ഈ താൻ സ്നാനപ്പെട്ട സ്ഥലത്തേക്ക് മടങ്ങി വന്നപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. സ്നാനത്തോടുള്ള ബന്ധത്തിൽ അവൻ പറഞ്ഞതാൽ ലോകത്തിന്റെ
പാപത്തെ ചുമക്കുന്ന ദൈവത്തിന് കുഞ്ഞാടാം. അതാണ് ഇതിന്റെ 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയും. അപ്പോൾ ഈ അവസാന ന്യായപ്രമാണത്തിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെ 2 കുഞ്ഞാടുകളോട് ബന്ധത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുക. അതിൽ 1-ാമത്തെ കുഞ്ഞാട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തെ കുഞ്ഞാടെന്നും, 2-ാമത് പറഞ്ഞിരിക്കുന്നത് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്നും പറയുന്നത്. രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്ന് സ്നാനത്തോടുള്ള ബന്ധത്തിൽ, സ്നാനപ്പെടുത്ത് കഴിഞ്ഞിട്ടുള്ള അനുഭവത്തിലാണ് യോഹന്നാൻ പറഞ്ഞത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തെ കുഞ്ഞാടെന്നുള്ളത്. അതിനുശേഷമായി യോഹന്നാൻ തന്റെ ശിഷ്യന്മാരുമായിട്ട് നിൽക്കുമ്പോൾ 40 ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് മരുഭൂമിയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഈ 2 ആടുകൾ എന്താണെന്നുള്ളത് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തില് അതേക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരുന്ന കാര്യങ്ങളുടെ നിഴലായിരുന്നതിന്റെ പൊരുൾ ആണ് ഇവിടെ ന്യായപ്രമാണത്തിന്റെ അവസാന പ്രവാചകൻ പാപങ്ങളുടെ പരിഹാരത്തോടുള്ള ബന്ധത്തിൽ, യാഗത്തോടുള്ള ബന്ധത്തിൽ നടന്നിരുന്ന ആ അന്നത്തെ പഴയ നിയമ ആചാരത്തിന്റെ നിഴലിനെ ക്രിസ്തുവിൽ സമ്പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടെന്നും ദൈവത്തിന്റെ കുഞ്ഞാടെന്നും ഇവിടെ 2 സന്ദർഭങ്ങളിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അത് 16-ാം അധ്യായം അതിന്റെ 29 വാക്യങ്ങളാണ്. അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവര് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പിന്മഴ എന്ന പുസ്തകത്തിൽ ആ കാര്യം വളരെ കാര്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി ഞാനിവിടെ ജസ്റ്റ് എന്താണ് 2 കുഞ്ഞാടുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു ആശയം മാത്രം പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ ഭാഗത്തോട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 16-ാം അധ്യായം 29-ാം വാക്യം പറയുന്നത്, ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾക്ക് ആത്മതപനം ചെയ്യണം. സ്വദേശിയും ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും യാതൊരു വേലയും ചെയ്തത് ആ ദിവസത്തിലല്ലോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വർഷത്തിലൊരിക്കൽ പാപങ്ങളെ നീക്കി ശുദ്ധീകരിക്കുന്നു. അത് ആണ്ടുതോറും ചെയ്തു വരുന്ന കാര്യമാണ്. ഒരിക്കൽ അത് ചെയ്തിട്ട് മനോബോധം ഉണ്ടായെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു ഏകയാഗമായി കഴിച്ചതുകൊണ്ട് നമ്മുടെ മനോബോധത്തിൽ നിന്ന് നമ്മൾ ആ പാപബോധം മാറിപ്പോയി ക്രിസ്തു വിശ്വസിക്കുന്നതുകൊണ്ട്. നാം ഇപ്പോഴും പാപികളാണെങ്കിൽ ഗലാത്യർ ലേഖനത്തെ പോലെ ചെയ്ത യേശു ക്രിസ്തു പാപത്തിൽ സൂക്ഷിക്കാനൊന്നോ ഒരു നാളുമല്ല. അപ്പൊ നാം വിശുദ്ധന്മാരാണെന്നുള്ള, ദൈവമക്കളാണെന്നുള്ള പ്രാഗൽഭ്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മളോട് നമ്മുടെ ആത്മാവ് സംസാരിക്കും. ഇതാണ് ഹൃദയത്തിന്റെ ഭാഷ, നമുക്കുള്ള ഉറപ്പതാണ്. അത് വലിയൊരു ഏറ്റവും വലിയ ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യകരമായ അവസ്ഥ. യേശുക്രിസ്തു മുഖാന്തരം പാപം എന്നിൽ നിന്ന് മായ്ക്കപ്പെട്ടു, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്, ഞാൻ ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കുന്നു എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠ. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, അടിത്തറ അതാണ്. ബാക്കിയുള്ള രോഗസൗഖ്യം, ബോധശാന്തി, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഉപഘടകങ്ങളാണ്. എന്നാൽ ഈ ഒരു മനോബോധം ഒരിക്കൽ നമുക്ക് ലഭിച്ചു. അത് ഇന്ന് രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഇപ്പോഴും പാപത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള വീണ്ടും വീണ്ടുമുള്ള തോന്നലുകൾ ഉണ്ടെങ്കിൽ നാം ശരിയായ രീതിയിൽ നാം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ നമ്മുടെ പാപങ്ങളെ കർത്താവ് എന്നേക്കുമായി മാറ്റി എന്നുള്ള വിശ്വാസത്തോടെ, അത് നാം രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുന്നതോടുകൂടി നമ്മൾ സകല പാപങ്ങളെ ദൈവം അന്നുവരെയുള്ള ക്ഷമിക്കുക. പിന്നീട് നമ്മുടെ മനോബോധത്തിൽ അങ്ങനെ എല്ലാ വർഷവും പാപബോധം ഉണ്ടാകാൻ നമ്മൾ എല്ലാ വർഷവും സ്നാനപ്പെടുന്നതാണ്. എന്നാൽ ഒരിക്കൽ സ്നാനം ഒന്നെന്ന് പറയുന്നത് സ്നാനം ഒന്നേ ഉള്ളൂ, ഒരിക്കലായിട്ടാണ്. അല്ലെങ്കിൽ ഇവര് പാപവികാര യാഗം നടത്തിയതുപോലെ, പാപവികാര നടത്തുന്ന പോലെ എല്ലാ വർഷവും നമ്മൾ സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. ഒരിക്കലായിട്ട് സ്നാനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവുമായിട്ടുള്ള സ്നാനം ഒന്നോ. ആ ഒരു മനോബോധം നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് തന്നിരിക്കുന്നു. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ക്രിസ്തു മുഖാന്തരമുള്ള
പ്രത്യാശയാണ് നമ്മളെ ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തരുന്ന അധികാരമാണ്. അതിന്റെ ഈ സുവിശേഷത്തിന്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മുടെ നാവ് കൊണ്ട് നാം ഏറ്റുപറഞ്ഞ് അവന്മേലുള്ള അധികാരം നാം ഉപയോഗിക്കുന്നു. കർത്താവിനെ സന്ദേശമായിട്ട് സ്വീകരിക്കാൻ നമ്മുടെ നാവിനെ ഉപയോഗിച്ചപ്പോൾ ആ അധികാരം മുഖാന്തരമായി ദൈവമക്കളായി തീരാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. സ്നാനപ്പെട്ട ചേരുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതൊരിക്കലായിട്ട് നാം ചെയ്തതും. എന്നാൽ അതിന്റെ ജീവിതത്തിൽ നാം എല്ലാവരും നീതിമാന്മാരല്ല. ചെറിയ ചെറിയ പാപങ്ങൾ, കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അതിനാണ് നമ്മൾ എല്ലാ ദിവസവും അടികൾ പ്രാപിക്കുന്നത്. യേശു കർത്താവ് ശിക്ഷഗണത്തെ കർത്താവിന്റെ കർത്താവിന്റെ തിരുമേശയുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ കർത്താവ് പ്രസയോടുള്ള ബന്ധത്തിൽ ഇവിടെ കാലുകളെ കഴിയും. അത് ജീവിതത്തെ ഉള്ള ബന്ധത്തിലാകാൻ. കർത്താവ് പറഞ്ഞു, കുളിച്ചിരിക്കുന്നതിന് കാലുകൾ മാത്രം കഴിയാൽ മതി. പത്രോസ് പറഞ്ഞു, എന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ ഞാൻ നിന്നെ കഴുകാൻ നിനക്ക് എന്നോടുകൂടെ പങ്കും ഓഹരിയുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്നെ മുഴുവനായി ഒന്ന് കഴുകണമേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഒരിക്കൽ കുളിച്ചിരിക്കുന്നതിന് പിന്നെ കാലുകൾ കഴിയാൻ മതി. നമ്മളൊക്കെ എപ്പോഴും കുളിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എന്നാൽ കൈ കാലുകളൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പോൾ കഴുകണം. പറഞ്ഞതുപോലെ ഒരിക്കൽ നമ്മള് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രിസ്തുവിൽ വിശ്വസിച്ച് അന്ന് വരെയുള്ള സകല പാപങ്ങളും നമ്മൾ ക്ഷമിക്കപ്പെട്ടു. പിന്നീട് നമ്മൾ സൽഗുണപൂർത്തിയുള്ളവരായി നന്മ ചെയ്യുന്നവരായി ജീവിക്കണമെന്നാണ് ദൈവവ്യവസ്ഥ. എവിടെയെങ്കിലും നമുക്ക് തെറ്റുകൾ മനഃപൂർവ്വമായിട്ട് അല്ലാതെ സംഭവിച്ചാൽ, മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങളുണ്ട്, അറിയാവുന്ന കാര്യങ്ങളുണ്ട്, അറിയാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് അറിയാമല്ലോ. മരണത്തിന് തക്ക ഭാവം ഉണ്ടെന്നോ അങ്ങനെ കുറ്റപേക്ഷിക്കുക. മരണത്തിന് തക്ക ഭാവം എന്താണെന്നൊക്കെ ദൈവം ചെയ്തിട്ടുണ്ട്. മരണത്തിനല്ലാത്ത പാപങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകും. കാരണം അത് മനുഷ്യനാണ്. മനുഷ്യ ജീവിതം നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ പറ്റുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മുടെ സമയത്ത് എല്ലാവരും കൃത്യമായിട്ട് എല്ലാ സത്യവും നീതിയും പറഞ്ഞല്ല ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ സാങ്കേതികമായിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ചുള്ള കുറവുകളൊക്കെ സംഭവിക്കാറുണ്ട്. അത്തരം കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചു വേണം നമ്മൾ ശുദ്ധീകരിച്ചു വേണം കിടക്കപ്പെടാതാണ് കഴുകൽ പ്രാപിക്കാൻ പറഞ്ഞത്. ദൈവത്തിന്റെ കേൾവിയിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ മനോബോധം ഉണ്ടാകും. ദൈവം എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എന്നത് ചെയ്തു പോയല്ലോ, എന്നോട് ക്ഷമിക്കണമെന്നുള്ളതായ ആ തിരിച്ചറിവാണ് പാട്ടുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും അതുപോലെ ദൈവന കേൾവിയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി വിശ്വശുദ്ധീകരണം പ്രാപിച്ച് നമ്മെ തന്നെ ശുദ്ധീകരിച്ച കർത്താവിന്റെ സ്ഥിതിയിൽ തന്നെ ശുദ്ധീകരിക്കാനുള്ള ദൈവം നൽകുന്ന ആ ഒരു രീതിയിലാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവസഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 7-ാം മാസം 10-ാം തീയതി എല്ലാ വർഷവും അവര് ആചരിച്ചു പോകുന്ന ചട്ടമാണ് ഈ പാപപരിഹാര ദിവസം. തന്ന ദൈവം അവരുടെ പാപങ്ങൾ നീക്കി അവരെ ശുദ്ധീകരിക്കുന്നതാണ്. എന്നാൽ അത് കഴിയുമ്പോൾ അടുത്ത ദിവസം മുതൽ വീണ്ടും അവർ പാപികളാണ്. അവർ പാപത്തിന്റെ ശുശ്രൂഷക്കാരാണ്. അക്ഷരമാണ് അതിന്റെ അകത്തുള്ളത്. എന്നാൽ നമ്മൾ ആത്മാവിന്റെ ശുശ്രൂഷയിൽപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നാം ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് നാം അധികാരമുള്ളവരാണ്, അവകാശികളാണ്. അതുകൊണ്ട് രാത്രിയിൽ തളർന്നിരിക്കരുത്. നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. ഞാൻ അവകാശിയാണ്, ഞാൻ അധികാരിയാണ്, ദൈവം എന്നെ അതാക്കി തീർത്തിരിക്കുന്നു. അപ്പോൾ അത് മറ്റുള്ള മുമ്പിൽ കാണിക്കാനുള്ളതല്ല. അന്ധകാരത്തിന്റെ മണ്ഡലത്തിന്റെ പൈശാചിക ശക്തികൾക്കെതിരെ നാം എപ്പോഴും ഉറപ്പോടുകൂടി ധൈര്യത്തോടുകൂടി നാം പ്രഖ്യാപിക്കേണ്ടതാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകനാണ്. പാപത്തോട് എതിർത്ത് നിൽക്കുന്നത് ആ ഒരു അധികാരത്തിലാണ്. എങ്ങനെയും ഏത് വിധത്തിലും മനുഷ്യനെ പാപത്തിൽ അടിമപ്പെടുത്തുവാൻ പൈശാചികൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നാം അതിനോട് എതിർത്ത് നിൽക്കുന്നത് ഈ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാലുള്ള അധികാരം കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇവിടെ ആളുകളുടെയും കാളുകളുടെയും ഒക്കെ രക്തം മുഖാന്തരമായി ഇസ്രായേലിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയിൽ പുരോഹിത വർഗത്തിന് വേണ്ടിയുള്ള പാപശുദ്ധി, അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് കാളയെ കൊണ്ടുവരണം, ആടിനെ കൊണ്ടുവരണം ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ ത്യാഗത്തിൽ കാളകളെ കാണാൻ കഴിയുന്നില്ല. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിനെ 2 കോലാട്ടിന്റെ കുട്ടികളുള്ള ബന്ധത്തിൽ, കുഞ്ഞാടുകളുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള 16-ാമത്തെ ഒന്നുകൂടെ കാണുന്നത് അത് അഗ്രഹന്റെ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന
അവരെക്കൊണ്ടുള്ള ബന്ധത്തിൽ അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് കാളയെ അവർക്ക് കൊണ്ടുവരും. എന്നാൽ ജനത്തിന്റെ കയ്യിൽ നിന്ന് അഹരോൻ വാങ്ങുന്നത് 2 പോരാട്ടുകൊറ്റന്മാരെ ആയിരിക്കണമെന്നാണ് 16 പഞ്ചഭാഗ്യത്തിൽ വായിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിന് 1 ആട്ടുകൊറ്റനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന് കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കാം. അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലേക്ക് ഇവിടെ സന്നിധിയിൽ നിർത്താം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിലെ കാളയെ അഹരോൻ, അപ്പൊ കാളയോടുള്ള ബന്ധമുള്ളത് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യ ഗോത്രത്തോടുള്ള ബന്ധത്തിൽ, മഹാപുരോഹിതന്മാരുടെ ബന്ധത്തിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, അവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അഹരോന്യ കുടുംബത്തിന്റെ പാവം എന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതന്മാരുടെ ബന്ധത്തിലുള്ളത്. ക്രിസ്തുവിൽ അവൻ സാക്ഷാൽ ദൈവമായതുകൊണ്ട് അവനിൽ പാവമില്ലാഞ്ഞുകൊണ്ട് അവൻ തനിക്ക് തന്നെ ശുദ്ധി വരുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കാളയുടെ ആവശ്യകത പുതിയ നിയമത്തിൽ ഇല്ലാതിരുന്നത്. ക്രിസ്തുവിനെ 2 ആട്ടുകൊറ്റന്മാരുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ദൈവസഭയുടെ എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഇസ്രായേലിന്റെ പാപപരിഹാരത്തിന് വേണ്ടി അവർ കൊണ്ടുവരേണ്ട 2 കോലാട്ടുകൊറ്റന്മാരെ കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ 2 ആടുകളുള്ള ബന്ധത്തിൽ യേശുവിനെ വെളിപ്പെടുത്തിയത്. ഒന്ന്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. 2, ലോകത്തിന്റെ പാപത്തിന് വേണ്ടി യാഗമാക്കിയിരുന്ന കുഞ്ഞാട്. ഇത് 2 ഈ 2 ആടുകളെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ 16 അധ്യായത്തില് 8ാമത്തെ വാക്യം. പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്നൊരു ചീട്ടും അസസ്രേലിന് എന്ന മറ്റൊരു ചീട്ടും ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനും ചീട്ടിടണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസസ്രേലിന് വേണ്ടി ചീട്ടുമണ കോലാട്ടുകൊറ്റനെയോ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിനെ അസസ്രേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിന് യഹോവയുടെ സന്നിധിയിൽ ഇവനോട് നിർത്തണം. 2 ആട്ടുകൊറ്റന്മാരിൽ ഒന്നിനെ 2 ചീട്ടിടുന്നത്. ഒന്ന് യഹോവയ്ക്ക് വേണ്ടി, അതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവിടെ സുവിശേഷം 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും ശിഷ്യന്മാർ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കി, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ ഈ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ആ പഴയ നിയമത്തിന്റെ ആചാരപ്രകാരം ഇന്നും ഇസ്രായേൽ ജനം പാപപരിഹാര ദിവസം ചെയ്യുന്ന ശുശ്രൂഷയാണ്. 2 കോലാട്ടുകൊറ്റന്മാരെ കൊണ്ടുവന്ന് ചീട്ടിട്ടിട്ട്, ഒന്ന് യഹോവയ്ക്ക് വേണ്ടി, മറ്റത് അസസ്രേലിന് വേണ്ടി, സ്കേപ്പ് കോട്ട്, അതിനെ മരുഭൂമിയിൽ പാവം വഹിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയാണ്. ഈ 2നെയും കൊണ്ടുവന്ന് ഒന്നിനെ ചീട്ടിട്ട് ഒന്നിനെ യാഗമാക്കി തീർക്കും. യാഗമാറ്റിരുന്നാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ 1-ാമത്തെ ചീട്ടുകൾ. അതിനെ ചീട്ടും യഹോവയ്ക്ക് ചീട്ടുമണ കോലാട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗം അർപ്പിക്കണം. അസസ്രേലിന് ചീട്ടുമണ കോലാട്ടുകൊറ്റനെയോ അതിന് പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസസ്രേൽ മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിന് യഹോവയുടെ സന്നിധിയിൽ നിർത്താം, ജീവനോട് നിർത്താം. അതിനുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്ത ശേഷമായിട്ട് ഈ അസസ്രേലിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലമേലാണ് ഇസ്രായേലിന്റെ സകല പാപത്തെയും മഹാപുരോഹിതൻ അതിന്റെ തലമേൽ ചുമത്തിയാണ് തന്നെ മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നത്. അപ്പോൾ അതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കാണുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാടിനെ യാഗമായി അർപ്പിച്ച് അതിന്റെ രക്തം അതിവിസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷമായി വേർതിരിച്ച് നിർത്തിയിരിക്കുന്നതിന് മരുഭൂമിയിലേക്ക് അയക്കണമെന്നുള്ളതാണ് അതിന്റെ പ്രമാണം. അതിന്റെ 21-ാം വാക്യം, അതിന്റെ 20-ാമത്തെ വാക്യം. അവൻ വിശുദ്ധ മന്ദിരത്തിനും സമാഗമകൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശ്ചിത്തം കഴിച്ചു തീർന്ന ശേഷം ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റനെ കൊണ്ടുവരണം. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ കൈ 2ഉം വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകൊറ്റൻ അവിടെ
കുറ്റങ്ങളൊക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോവുകയാണ്. അവൻ കോലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിട്ട് ഇവിടെ മരുഭൂമിയിൽ വിടുകയാണ്. അപ്പോൾ ഈ ഒരു പ്രമാണമാണ് ചെയ്തിരുന്നത്. അപ്പോൾ രണ്ട് കോലാട്ടുകൊറ്റന്മാരെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞിരിക്കുന്ന 1-23 വാക്യത്തിൽ വായിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ആ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പറഞ്ഞാൽ ജനത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ചീട്ട് വീണ ആ ആട്ടുകൊറ്റന്മാരിൽ ദൈവത്തിന്റെ വേണ്ടി എന്നുള്ളത് അത് യാഗമായിട്ടിരിക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ടുപോകുന്ന അസസ്യന് വേണ്ടി നിൽക്കുന്ന ആടിനെ കൊല്ലുന്നില്ല, അതിനെ പാപം ചുമത്തി മരുഭൂമിയിൽ കൊണ്ടയക്കുകയുമാണ് ചെയ്യുന്നത്. ഇതെല്ലാ വർഷവും ഈ 7-ാം മാസം 10-ാം തീയതി പാപപരിഹാരത്തിൽ ചെയ്യുന്ന. അങ്ങനെ അനവധി ആടുകളെ എല്ലാം ഇങ്ങനെ ഓരോ വർഷങ്ങളായ ആടുകൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് മരുഭൂമിയിൽ എവിടെയെങ്കിലും വീണത് ചത്തുപോകാറുണ്ട്. ഈ മരുഭൂമിയിൽ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ തനായിരുന്നപ്പോൾ ഇസ്രായേലിന്റെ പാപത്തെ വഹിച്ചുകൊണ്ടുപോയ നിരവധി ആടുകളെ കണ്ടിരുന്നു. അവൻ മരുഭൂമിയിലായിരുന്നു. അതിന്റെ പാപം വഹിച്ചുകൊണ്ട് പോകുന്ന ആടുകളെ കണ്ടു പരിചയമുള്ള യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത് അത് നിഴലായിരുന്നു. ഇതാ ഇസ്രായേലിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്നല്ല പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പാപപരിഹാര ദിവസം അഗരോന്യ പൗരോഹിത്യ നിയമം അനുസരിച്ച് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരത്തിന് വേണ്ടിയാണ് ഈ ലോകത്തിന്റെ ഇസ്രായേലിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായിട്ട് അനുവിട്ടയക്കുന്നെങ്കിൽ യോഹന്നാൻ ആത്മാ നിറവിൽ യേശുവിനെ കണ്ടപ്പോൾ ഇസ്രായേലിൽ ഒതുങ്ങുന്ന ഒരു പ്രവൃത്തിയല്ല ക്രിസ്തുവിൽ ദൈവം അയച്ചിരിക്കുന്നതും ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സർവ്വലോകത്തിന്റെയും പാപത്തെ ക്രിസ്തു ചുമക്കുവാടിയാത്തത്. അപ്പൊ പിതാവാം ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോ അവന് മറ്റു യാതൊരു യാഗവും ആവശ്യമില്ലായിരുന്നു. അവൻ തന്നെ താൻ ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. അവൻ ശുദ്ധിയുള്ളവനാണ്, സാക്ഷാൽ ദൈവമാണ്. എന്നാൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുകയും അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിൽ യാഗമായിട്ടുന്ന രക്തം പാപപരിഹാര യാഗമായി അതിവിസ്തരത്തേക്ക് എത്തണം, സ്വർഗാസുഖത്തേക്ക് എത്തണം എന്നുള്ള പ്രമാണത്തിന്റെ നിഴലാണ് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടതുകൊണ്ടാണ് അവസാന പ്രവാചകനായിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ അവസാന പ്രവാചകൻ യേശുവിനെ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന് കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ ശുശ്രൂഷകൾ എന്ന് കഴിഞ്ഞ ശേഷമായി അവസാനമായി ഇസ്രായേലിന്റെ സകല പാപത്തെയും ചുമന്ന് മരുഭൂമിയിൽ അലയുവാൻ വേണ്ടി വിട്ടയക്കുന്ന ആ കോലാട്ടുകൊറ്റനാണ് അവിടെ യോഹന്നാൻ അവിടെ കണ്ടിരുന്നെങ്കിൽ, നിഴലായി കണ്ടിരുന്നെങ്കിൽ, പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പഴയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, അത്യുന്നതന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിലെ കുഞ്ഞാണ്. അത് ക്രിസ്തു സർവ്വ മനുഷ്യരുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമുക്ക് വേണ്ടി യാഗമായിട്ടിരുന്നപ്പോൾ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്നുള്ള വചനവും ക്രിസ്തുവിനെ ഉദ്ധരിക്കപ്പെട്ടത്. ഇതാണ് ഈ യോഹന്നാൻ സ്നാപകൻ 2 കോലാട്ടുകൊറ്റന്മാരെ കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്നത്. 2 സന്ദർഭങ്ങളിൽ വെളിപ്പെടുത്തി. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു സ്നാനമേറ്റ ആ നിമിഷം മുതൽ യോഹന്നാൻ കണ്ടത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെയാണ്. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം പാപം അവന്റെ മേൽ പിതാവാം ദൈവം ചുമത്തി. ആദ്യം മുതൽ ഒടുക്കത്തെ നാൾ വരെ ജനിക്കുന്ന സകല മനുഷ്യരുടെയും പാപത്തെ പിതാവാം ദൈവം തന്റെ പുത്രന്മേൽ ചുമത്തി. അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി. അതുപോലെ നമ്മുടെ എല്ലാം പാപത്തിന്റെ പരിഹാരമായി ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട കുഞ്ഞാടും കർത്താവായ യേശു ക്രിസ്തുവാണ്. രാത്രിയിൽ ക്രിസ്തുവിൽ എത്രയോ വലിയ മർമ്മമാണ് പഴയ നിമിത്തം മറിഞ്ഞു നിന്ന് നിവൃത്തിയിരിക്കപ്പെട്ടതെന്നുള്ളത് നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ പെസഹ കുഞ്ഞാട് അത് തിന്മയും ദുഷ്ടതയും മാറ്റി ശുദ്ധീകരണത്തോടെ ബന്ധത്തിൽ പെസഹ കുഞ്ഞാടിനെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെസഹ അതെല്ലാം ക്രിസ്തുവിലാണ് തകവാറ്റം. ക്രിസ്തുവിന്റെ യാഗം മുഖാന്തരമായി തിന്മയും ദുഷ്ടതയെല്ലാം മാറി ശുദ്ധിയുള്ളവരാക്കി തീർത്തു. അപ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞപ്പോൾ യേശു ഏതാ ലോകത്തിന്റെ പാപത്തെ ചുമക്ക് ദൈവത്തെ കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ പാപപരിഹാര ദിവസമുള്ള ബന്ധത്തിൽ നടത്തുന്ന
ശുശ്രൂഷയിൽ മഹാപുരോഹിതൻ ഇസ്രായേലിന്റെ പാപം മുഴുവനും തലമേൽ ചുമത്തി മരുഭൂമിയിൽ വിടുന്ന ഈ മരുഭൂമിയിൽ അലഞ്ഞു തിരിയാൻ വിടുന്ന ഇസ്രായേലിന്റെ പാപം വഹിച്ചുകൊണ്ട് പോകുന്ന കോരാട്ടുകൊറ്റനെയാണ് വെളിപ്പെടുത്തുന്നെങ്കിൽ അങ്ങനെ അനവധി കാട്ടുകൊറ്റന്മാരുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ട യോഹന്നാൻ വിളിച്ചു പറഞ്ഞതാ, എന്റെ അടുക്കൽ ഒരുവൻ നിൽക്കുന്നുണ്ടോ, അത് നിങ്ങൾക്കറിയത്തില്ലെങ്കിലും അവൻ ആരാകുന്നുവെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള സന്ദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇത്ര വളരെ വ്യക്തമായി മനുഷ്യ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു പാപത്തെ ചുമന്ന് ഒഴിച്ചു എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടും ഇന്നും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, പാപത്തിന്റെ പരിഹാര ക്രിയയ്ക്ക് വേണ്ടി പലതും ചെയ്തു കൂടുന്ന അനേകര് പല രീതിയിലാണ് ചെയ്യുന്നത്. എന്നാൽ അതിനൊന്നും മനുഷ്യപാപത്തിൽ നിന്ന് അവനെ വിടുവിക്കാൻ കഴിയത്തില്ല. ലോകത്തിന്റെ പാപം ചുമക്കുവാൻ മനുഷ്യക്കാർക്കും കഴിയത്തില്ല. എന്നാൽ ഒരുവന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് ക്രിസ്തുവിൽ നിവൃത്തിയായി. ഇതുവരെയും ആരെങ്കിലും പാപബോധം ഉണ്ടായി പാപത്തിന് ക്ഷമ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നന്മ പ്രവർത്തികളൊന്നും, നമ്മൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതുകൊണ്ടൊന്നും, ഏതെങ്കിലും പുണ്യനദിയിൽ കുളിക്കുന്നതുകൊണ്ടൊന്നും പാപത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. അതൊക്കെയും ഭൂമിയിൽ ഉള്ള വസ്തുക്കളും സ്ഥലങ്ങളുമാണ്. അങ്ങനെ പ്രത്യേക സ്ഥലത്ത് സന്ദർശിക്കുന്നതുകൊണ്ട് നമുക്ക് മാറ്റം വരത്തില്ല. എന്നാൽ സ്വർഗത്തിന് മഹിമ വെടിഞ്ഞ് ലോകത്തിൽ പാപത്തെ വഹിച്ച് പാപത്തിന് പരിഹാരമായി തീർന്ന ക്രൂശിന്മേൽ കയറി നമുക്ക് വേണ്ടി യാഗമായിത്തീർന്ന ക്രിസ്തു ചെയ്ത പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരെയാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. എന്താ നമ്മുടെ വിശ്വാസം? വിശ്വാസം എന്നുള്ളത് പ്രവൃത്തിയാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. നാം വിശ്വാസത്തിൽ വിശ്വസിക്കുന്നു. നാം ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു ചെയ്ത പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരെയാണ് വിശ്വാസികൾ, ബിലീവേഴ്സ് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു വിശ്വസിക്കുന്നു. കർത്താവിനോട് പറഞ്ഞു, എന്നെ അയച്ചവൻ വിശ്വസിക്കുന്ന അത്ര ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തിയാണ്. നാം ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവൃത്തി എന്താണ് എന്ന് കർത്താവ് പറയാൻ കഴിയാത്തതെന്ന്. താൻ അയച്ചിരിക്കുന്നതിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള പ്രവൃത്തി. അപ്പോൾ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ നല്ല പ്രവൃത്തിയിൽ, ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്താ എന്ന് ചോദിച്ചാൽ, ഞാൻ പറയട്ടെ, അത് തെരഞ്ഞു നോക്കി നമ്മൾ ആർക്കെങ്കിലും സഹായം ചെയ്തതോ മറ്റു ചെയ്തതോ ഒന്നും അല്ല പ്രിയപ്പെട്ടവര്. അതൊന്നും അല്ല നമ്മൾ ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തി. ഭാവിയും ദോഷികളുമായിരുന്ന ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ വചനത്തിന്റെ തെളിമയുണ്ടായപ്പോൾ, വചനം നമ്മൾ ക്രിയ ചെയ്തപ്പോൾ, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി യേശു ക്രിസ്തു യാഗമായിട്ടുന്ന അവന്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ പ്രവൃത്തിയുടെ ആരംഭം. അപ്പോൾ അതിൽ വിശ്വസിക്കുന്നവരെയാണ് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ബിലീവേഴ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് നാം വിശ്വസിക്കുന്നത്? വിശ്വസിക്കുന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വസിക്കുന്ന ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. അതെ, പാപത്തിന് പരിഹാരം ക്രിസ്തുവിൽ ഉണ്ടെന്ന് ദൈവവചനം ഉറപ്പ് നൽകുന്നു. അത് വിശ്വാസമൊന്നും ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പോൾ ക്രിസ്തുവിൽ ആയിക്കഴിഞ്ഞാൽ നാം ഇപ്പോൾ കാണുന്നില്ല. ഈ ലോക ജീവിതം കഴിഞ്ഞു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിന് മാറ്റം വന്ന പൊതുവാന യുഗത്തിൽ നിത്യ ജീവനുണ്ട് എന്നുള്ളത് വിശ്വാസക്കനാൽ കാണുന്നു. അതിന് വഴിയായി തീർന്നത്, അതിന് മുഖാന്തരമായി തീർന്നത്, കാരണബോധനായിരിക്കുന്ന ക്രിസ്തു ആണ് എന്നുള്ളത് വിശ്വസിച്ച് വിശ്വാസയാത്ര ചെയ്യുന്ന സമൂഹത്തെയാണ് വിശ്വാസത്തിന്റെ യാത്രക്കാർ അഥവാ വിശ്വാസികൾ, ദൈവസഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോൾ അവന് ആ ഒരു കാഴ്ചപ്പാട് ദൈവം നേരിലായി കൊടുത്തിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പുതിയ വിശ്വാസികളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും പഴയ നിയമത്തിന്റെ ആചാരക്രമങ്ങളിൽ വിസർജനം ചെയ്തു വന്നിരുന്ന പഴയ നിയമം ദൈവം കൊടുത്തതായിരുന്നു. അതിൽ നിഴലായിട്ടായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ, ഒരാളായിട്ടുള്ള സമയം വന്നപ്പോൾ കാലത്തിന്റെ തികവിൽ സ്ത്രീയുടെ സന്തതിയായി യേശുവിനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ക്രിസ്തു ശുശ്രൂഷയുടെ ബന്ധത്തിൽ 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ സ്നാനപ്പെടുവാൻ വേണ്ടി യോർദാൻ കരയിൽ എത്തിയപ്പോൾ
അവസാന പ്രവാചകനായിരിക്കുന്ന അത്യുന്നതന്റെ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ന്യായപ്രമാണം ക്രിസ്തുവിൽ തികയാൻ പോകുകയാണ്. പാപത്തിന്റെ പാപപരിഹാര ദിവസം ചെയ്തുകൊണ്ടിരുന്ന 7-ാം മാസം 10-ാം തീയതി ആണ്ടുതോറും ചെയ്തുകൊണ്ടിരുന്ന ആ പാപപരിഹാര ശുശ്രൂഷയുടെ തികവ്, അതിന്റെ പൂർണ്ണത ക്രിസ്തുവിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കൂടി വന്നവരെ കണ്ടുകൊണ്ട് യോഹന്നാൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞതാ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പോൾ കർത്താവ് നമ്മുടെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അവൻ പാപത്തെ ചുമന്നുകൊണ്ട് മരുഭൂമിയിലല്ല എല്ലാം പോയത്. അവൻ പാപത്തെ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൾ നമുക്ക് സൗഖ്യം വന്നു. നമ്മുടെ പാപങ്ങളെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ യശയാവൊക്കെ പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ക്രിസ്തുവിൽ നമുക്കത് കാണാൻ സാധിക്കുന്നു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പ്രവചനത്തിന് തികവാണ് ക്രിസ്തുവിൽ നിറവേറപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തെ കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ അതിൽ മറിഞ്ഞിരുന്നത് അസസ്യന് വേണ്ടി മരുഭൂമി വിട്ടയക്കപ്പെടുന്ന കുഞ്ഞാടിനെയാണ് യോഹന്നാൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടായി ക്രിസ്തുവിൽ പൊരുളായി കാണുവാനായിട്ട്. യേശു ക്രിസ്തു മരുഭൂമിയിലേക്ക് പോയി വളരെ കൃത്യമാണ്. അപ്പോൾ യേശു സ്നാനമേറ്റ ശേഷമായി മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ നിന്ന് യേശു അഭിഷേകത്തിന്റെ തികവിൽ സകലവിധ പരീക്ഷയിൽ തികച്ച ശേഷമായി മടങ്ങി വന്നപ്പോൾ അവനെ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പോൾ ചീട്ട് വീണ 2 കൊലപ്പറ്റന്മാരിൽ സമാപന കൂടാരത്തിന് വാതിക്കൽ വെച്ച് പാപപരിഹാരത്തിന് വേണ്ടി അറക്കപ്പെടുന്ന കുഞ്ഞാടിന്റെ രക്തമാണ് അതിവിസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ കുഞ്ഞാടായിട്ടാണ് യോഹന്നാൻ പറഞ്ഞത് ദൈവത്തിന്റെ കുഞ്ഞാട്. ക്രിസ്തുവിൽ രണ്ടും നിവൃത്തീകരിക്കപ്പെട്ടു എന്നാണ് യോഹന്നാൻ സ്നാപകൻ പരസ്യമായി പ്രസ്താവിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ 1-ാം വാക്യത്തിൽ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നും യേശുവിന്റെ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞത് അവൻ നിവൃത്തീകരിക്കണമായിരുന്നു. 2 സന്ദർഭങ്ങൾ പറയുന്നത്രമായി ഒരുമിച്ച് അവൻ പറഞ്ഞെക്കൊണ്ട് ദൈവം പറയുന്നത്. അവനെക്കൊണ്ട് വിളിച്ചു പറയുന്നത് 1-ാം സന്ദർഭത്തിലാണ് പറഞ്ഞത് ദൈവത്തിന്റെ കുഞ്ഞാട്. സാത്താനെ ജയിക്കുന്ന അവിടെ സകല മരണത്തിന്റെ ശക്തിയും ജയിക്കുന്ന കുഞ്ഞാടിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ആത്മനിറവിൽ പിശാചിനെ ജയിച്ചു വന്നിരിക്കുന്ന യേശു. അത് നിശ്ചയമായിട്ടും മരണത്തിന്റെ അധികാരിയായിരിക്കുന്ന സാത്താനെ പരാജയപ്പെടുത്തും. ദൈവത്തിന്റെ കുഞ്ഞാട് പാപപരിഹാരത്തിന്റെ യാഗമായി തീരും എന്നുള്ളതാണ് യോഹന്നാൻ അവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാനായിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് അന്ത്രയോസും യോഹന്നാനും കൂടി യേശു ക്രിസ്തുവിന്റെ പിന്നാലെ പുറപ്പെടുകയും അവര് യേശുവിനോട് ഒരു ദിവസം പാർക്കുകയൊക്കെ ചെയ്തതിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം യേശു കർത്താവോടെ ആയിരുന്നു. 4 ശിഷ്യന്മാര് ഇതിനുള്ള ബന്ധത്തിൽ അവിടെ യേശുവോട് ചേരുന്നതിനെ കുറിച്ച് ഈ 1-ാമത്തെ 35 മുതൽ അതിന്റെ 42 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അന്ത്രയോസ്, യോഹന്നാൻ, പത്രോസ് എന്നിവരെയാണ് ഇവിടെ. അന്ത്രയോസും അതുപോലെ തന്നെ യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന ഇവര് എല്ലാം ആ സമയത്താണ് കർത്താവ് ഇവരെ ഒരുമിച്ച് കൂട്ടുന്നത്. ഇവിടെ പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാൻ ഒരു 4 പേരെ ഈ സമയത്താണ് വിളിക്കുന്നത്. അതിനുശേഷമായി 43-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ പിറ്റന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു, എന്നെ അനുഗമിക്കാനോട് പറഞ്ഞല്ലോ. 40 ദിവസം കഴിഞ്ഞ് കർത്താവ് യഹൂദ മരുഭൂമിയിൽ നിന്ന് മടങ്ങി വന്ന് എവിടെയാണോ സ്നാനമേറ്റ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ കൂടപ്പെട്ട യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ വന്ന അനേകരുണ്ടായിരുന്നു. ഇനി നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാതെ യേശുവിനടുക്കൽ അനേകർ സ്നാനപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറയണം അവനോ വളരെയണമെന്ന് പറഞ്ഞതുപോലെ തന്നെ യോഹന്നാൻ കുറഞ്ഞ്
അവന്റെ ശുശ്രൂഷ തടവിലായതോടുകൂടി അവസാനിക്കുമ്പോൾ യേശുക്രിസ്തു ശക്തിയോടുകൂടി ശുശ്രൂഷയിൽ വളർന്ന് കൃപയാൽ ലോകത്തെ എല്ലായിടത്തും അവൻ വളരുവാൻ ഇടയാത്തുന്നു. പല മഹാന്മാരുടെയും പേരുകളും കാര്യങ്ങളും ഒക്കെ എവിടെയെങ്കിലും റോഡിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടെങ്കിലേ ഓർത്തിരിക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം ഒരുപാട് പേരുടെ സ്ട്രീറ്റുകളുണ്ട്, പേരുകളിട്ടിട്ടുണ്ട്. അവരുടെ പേരുകൾ മഹാന്മാരുടെ പേരിട്ടുണ്ട്. അങ്ങനെ ഓർക്കും വല്ലപ്പോഴും, അല്ലെങ്കിൽ അവരുടെ ജനനവും മരണവും ഒക്കെ ഓർക്കും. എല്ലാ ദിവസവും ഓർക്കത്തില്ല. എന്നാൽ ഒരുവൻ മാത്രമാണ് എന്നേക്കും ഓർമ്മിക്കുന്നത്. അവന്റെ പേരിൽ ഏതെങ്കിലും ഒരു സ്ട്രീറ്റ് ഉണ്ടായത് കൊണ്ടല്ല, യെരുശലേമിലെ ഒരു 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 സ്ട്രീറ്റിൽ യേശു എന്ന പേരിട്ടത് കൊണ്ടല്ല യേശുവിനെ ഓർക്കുന്നത്. ലോകം ചെയ്യുന്നത് പോലെ ഡിസംബർ 25-ന് യേശു ജനനവും യേശുവിന്റെ മരണത്തെ കുറിച്ച് അല്ലെങ്കിൽ ഉയർപ്പിനെ കുറിച്ച് ഈശ്വരം ആഘോഷിക്കുന്ന ഒരു ദിവസങ്ങൾ ഒതുങ്ങുന്നവനല്ല ഞാൻ പ്രസംഗിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ആസായൻ. അവൻ ഹൃദയങ്ങളിൽ വസിക്കുന്നവൻ. അപ്പോൾ അവന്റെ നാമം എന്നേക്കുമുള്ളതാണ്. ലോകത്തിലുള്ള സകല മഹാന്മാരുടെയും പേരുകൾ എല്ലാ ദിവസവും ഉച്ചരിക്കപ്പെടാതിരിക്കുമ്പോൾ യേശു എന്ന നാമം അത് മധുരമ നാമമായി എല്ലാ സ്ഥലങ്ങളിലും ഘോഷിക്കപ്പെടുന്നു. അടവി തിരക്കിനിടയിൽ അതെ ഒരു നാരകം എന്ന വണ്ണം ക്രിസ്തുവിന്റെ സൗരഭ്യവാസിയുള്ള നാമം പകർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതാരെങ്കിലും ഓർപ്പിച്ചു പറയുന്നതല്ല. ഇന്ന് രാത്രിയിലും നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവിനെ ഏതെങ്കിലും പേര് സ്ട്രീറ്റിന് പേരിട്ടതുകൊണ്ടോ ഏതെങ്കിലും രാജ്യത്തിന് പേരിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങൾ ആചരിച്ചുകൊണ്ടല്ല യേശുവിനെ എല്ലാവരും അവനെ അറിയിക്കുന്നത്. അവൻ എന്നേക്കും ദൈവമായതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും 24 മണിക്കൂറും പറയപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ഇന്ന് രാത്രിയിൽ നാമത്തിൽ വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കഴിയിട്ടുണ്ട്. നമ്മുടെ 19 പാരമ്പര്യമാണ് നമ്മൾ നടപ്പിൽ നിന്ന് നമ്മൾ വീണ്ടെടുത്ത് പിന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു നിർദോഷ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് വിലയേറിയവരും മാന്യരും അത് തേജസ്സുള്ളവരുമാണ്. ഇതിൽ നമ്മളൊന്ന് മാറിപ്പോയതിനായി പഴയ നിയമത്തിൽ സാധിക്കാതിരുന്നത്, അവർക്ക് ലഭിക്കാതിരുന്നത് ദൈവത്തിന് കൃപയാൽ നമുക്ക് ഒരു പാരമ്പര്യവും പറയാനില്ലല്ലോ. ദൈവത്തിന് കൃപയാൽ നമുക്ക് ലഭിച്ചതിനായി ഇന്ന് രാത്രിയിലും നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഈ ഒരൊറ്റ കാര്യം മാത്രം മതി നമുക്കെപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മെ പാപത്തിന്റെ മരണത്തിന്റെ പിടിയിൽ നിന്ന് നമ്മെ വിടുവിച്ച രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ നാം എപ്പോഴും സ്തോത്രം ചെയ്യുന്നതാകണം. അതാണ് നമ്മുടെ ജീവിതത്തില് ആ രക്ഷയുടെ സന്തോഷമുള്ളവരെപ്പോഴും ദൈവമേ എന്നെ നീ ശുദ്ധീകരിച്ചതിനായ സ്തോത്രം, എന്നെ വിടുവിച്ചതിനായ സ്തോത്രം, പാരമ്പര്യങ്ങളൊന്നും കർത്താവെ മറ്റുള്ള ഒരു വ്യർത്ഥമായിട്ടുള്ള പല കാര്യങ്ങളെന്ന് നമ്മെ വിടുവിച്ചല്ലോ. അതെ, അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് മഹത്വം കരയറ്റാം. അങ്ങനെ നാം ആ രക്ഷയെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നവരായി ദൈവത്തിന് സ്തോത്രം കരയിക്കുമെങ്കിൽ അത് ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള യാഗമാണ്. നാം അർപ്പിക്കുന്ന സ്തോത്രയാഗം പാപങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള യാഗമല്ല, പാപത്തുനിന്ന് നമ്മെ വിടിവിച്ചവനെ ഓർത്തുകൊണ്ട് അവനെ ധ്യാനിച്ച് അവന് കൊടുക്കുന്ന കരയറ്റുന്ന സ്തോത്രമാണ് യഥാർത്ഥമായ ആരാധന. അതാണ് സ്തോത്രയാഗം അർപ്പിക്കുന്നതോട് നാം ചെയ്യുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമേ, നിന്റെ മഹത്വമേറിയ പ്രവൃത്തി കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ആ യാഗ മുഖാന്തരമായി ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടു, എന്റെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു. ലോകത്തിൽ അനേകർ കോടിക്കണക്കിന് ആൾക്കാർ ശുദ്ധീകരണം പ്രാപിക്കുന്നത് കർത്താവേ നിന്റെ ഏറ്റവും ആശ്ചര്യകരമായ മഹത്വകരമായ പ്രവൃത്തി മുഖാന്തരമാണെന്ന് 2000 വർഷം കഴിയുമ്പോഴും നമുക്ക് വിളിച്ചു പറയാൻ കഴിയും. അന്ന് 2000 വർഷം മുമ്പ് യേശു കാൽവറിയിൽ ലോകത്തിന്റെ പാപത്തെ ചുമന്ന കുഞ്ഞാടായി അവൻ ദൈവത്തിന്റെ കുഞ്ഞാടായി യാഗമായി തീർന്നത് കൊണ്ട് ആ പുണ്യാഗ രക്തമുഖാന്തരമായി പാപം നീക്കപ്പെട്ടവരായി സ്വതന്ത്രമുള്ളവരായി ആത്മാവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി കരങ്ങൾ അടിച്ചാരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഹൃദയം നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ സത്യനമസ്കാരികളാക്കി നമ്മെ മാറ്റിയ കൃപയും സത്യവും നിറഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം. അതാണ് യോഹന്നാൻ വളരെ വ്യക്തമായ രീതിയിൽ 1-ാമത്തെ അധ്യായത്തിൽ
പഴയ നിയമ പ്രവചനങ്ങളെ എല്ലാം അടിസ്ഥാനമാക്കി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബാക്കി അഞ്ചാമത്തെ ശിഷ്യനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്ന ഗലീലയ്ക്ക് പ്രഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. ഈ അവിടെയുള്ള കർത്താവ് ഗലീലയിലേക്ക് മടങ്ങി പോകുമ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. വന്നതിന് ശേഷം വീണ്ടും അവര് കർത്താവിന്റെ കൂടെയല്ല നടന്നത്. അവരവരുടേതായിട്ട് മീൻപിടുത്ത കാര്യങ്ങളൊക്കെ പോയി. പിന്നീടാണ് അവരെ ദൈവം വേർതിരിച്ച് അവർ സകലം മുറ്റേശ്വരനെ അനുഗമിക്കുന്നത്. അതാണ് ഇവിടെ ഫിലിപ്പോസിനെ കണ്ടു. ആറാമത് ശിഷ്യനെ വിളിച്ചിരിക്കുന്നത് ലൂക്കോസ് 5:27 വാക്യത്തിൽ, മത്തായി സുവിശേഷം 8-9 വാക്യം ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവി മത്തായിയെ വിളിക്കുന്ന 6 പേരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 6 ശിഷ്യന്മാരെ വേർതിരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പം 4 പേരെ വേർതിരിച്ചെടുക്കുന്നത് മർക്കോസ് സുവിശേഷം 1-16-20 വാക്യങ്ങൾ, മത്തായി 16-20 വാക്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ മത്തായി സുവിശേഷം 4-18-22 വാക്യങ്ങളും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഫിലിപ്പോസിനെ വേർതിരിച്ചെടുക്കുന്നു. അതിനുശേഷമായി മത്തായിയെ ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവിയനെ വേർതിരിച്ചെടുക്കുന്നതാണ് ആറാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ അതേക്കുറിച്ച് 9-9 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ വിചാരിക്കുന്നു ഈ സമയം കൊണ്ട് യേശുവിന് 12 ശിഷ്യന്മാരെ ദൈവം വേർതിരിച്ചെടുത്തു. അതിനുശേഷമാണ് ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെ പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവരായിരുന്നു. പറഞ്ഞല്ലോ, ഇവര് 3 പേര് ബെത്സയിദയിൽ നിന്നുള്ളവരാണ്. ആൾക്കാരെല്ലാം ഈ യോഹന്നാനാൽ സ്നാനമേൽക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. കഥ പോയപ്പോൾ മടങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്ന ഇവര് കഥയുടെ കൂടെ വന്നു. 40 ദിവസം വരെ അവര് അവിടെ തന്നെ നിന്ന് അതിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ തന്നെ ആയിരുന്നു. അതിനുശേഷം യേശു പോകുന്ന സമയത്ത് യേശു പറഞ്ഞു, ഗലീലയ്ക്ക് പോകുമ്പോൾ ഇവരെ കൂടി കർത്താവ് കൂടെ വരാനിടയായിരുന്നു. ഇങ്ങനെയാണ് ഇവിടെ രേഖപ്പെടുമ്പോൾ. പിന്നെ യേശു ഗലീലയ്ക്ക് പുറപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. യോഹന്നാൻ തടവിലായ ശേഷമാണ് യേശു ഗലീലയിലേക്ക് പുറപ്പെട്ടത്, ആത്മവശയ്ക്ക് പുറപ്പെട്ടെന്നുള്ളത് കഴിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അത് മത്തായി സുവിശേഷം 4-12 വാക്യങ്ങൾ, മർക്കോസ് സുവിശേഷം 1-14 വാക്യം, ലൂക്കോസ് സുവിശേഷം 4-14 വാക്യങ്ങളില് ഈ തടവിലായ ശേഷമാണ് യേശു ഗലീലയ്ക്ക് പുറപ്പെട്ട് ഗലീലയിൽ യാതിരിടയിൽ സുവിശേഷം ആരംഭിച്ചു തുടങ്ങിയത്. ഗലീലയിൽ തുടങ്ങി പ്രസംഗിച്ച് ആരംഭിച്ചതായ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം വരുന്ന ക്രിസ്തു മുഖാന്തരം സകല ജാതികൾക്കും രക്ഷയെ കാരണമായി തീരുവാൻ കഴിയാത്തത്. അപ്പൊ ഈ ബെത്സയിദ എന്ന് പറയുമ്പോൾ ആ സ്ഥലം നമ്മൾ തിരുവനന്തപുരം പഠിക്കുകയാണെങ്കിൽ വളരെയധികം അവിശ്വാസമുള്ള ഒരു സ്ഥലമാണ്. പിന്നീട് കർത്താവ് അതിനെ ശപിച്ചിട്ടുണ്ട്. ബെത്സയിദയിൽ കോരസിനെ കുറിച്ചൊക്കെ കഥാവുണ്ട്. നില നടന്ന വീര്യപ്രവർത്തികൾ സൂര്യലും ചീതലും നടന്നിരുന്നെങ്കിൽ അവർ കെട്ടിൽ വെള്ളിയിൽ വരുന്നൊക്കെ രക്ഷപ്പെടും. അപ്പൊ ആ സ്ഥലത്ത് നിന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രതീക്ഷയില്ലാത്ത അവിശ്വാസമുള്ള സൂര്യനേക്കാൾ സീതോനേക്കാൾ വളരെയധികം കഠിനതയുള്ള ഒരു സ്ഥലമായിരുന്നു ബെത്സയിദയും കോരസീനും ഒക്കെ. അപ്പൊ അവിടെ നിന്നാണ് കർത്താവ് ശിഷ്യന്മാരെ വേർതിരിച്ചെടുത്തത്. നമ്മുടെ ദൈവത്തിന് സാധിക്കും. അല്ലാതെ യെരൂശലേമിൽ വസിച്ചവർ നല്ല എടുത്തത്. അപ്പോൾ യെരൂശലേമിൽ നിന്നുള്ള പുരോഹിതന്മാരോ ലേവ്യരോ നേടുന്നില്ല കർത്താവ് എടുത്തത്. ബെത്സയിദ എന്ന പട്ടണത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അവിടെ ഒരു കുരുടനെ സൗഖ്യമാക്കുമ്പോൾ അവിടെ അവിശ്വാസം കൊണ്ട് ദൈവം അവിടെ ചെയ്തില്ല എന്നാ പറയുക. ബെത്സയിദ ചെയ്തില്ല. അവനെ ഊരിന് വെളിയിൽ കൊണ്ടുപോയി അവന്റെ മേൽ തുപ്പി അവനെ സൗഖ്യം. അവനോട് ചോദിച്ചു പറഞ്ഞ് മനുഷ്യൻ നടക്കുന്ന വൃക്ഷങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞു. കർത്താവ് വീണ്ടും അവനെ കൈതൊട്ട് അവനെ സൗഖ്യമായിട്ട് നീ ഊരി കടക്ക് പോലും ചെയ്യുന്നത്. ആ ബെത്സയിദയുടെ പ്രത്യേകത ഇതാണ് ഞാൻ പറഞ്ഞത്. അത്രമാത്രം അവിശ്വാസമുള്ള കോട്ടമുള്ള ഒരു തലമുറയിൽ നിന്ന് ചില ചെറുപ്പക്കാർ ദൈവവചനത്തിന്റെ കേൾവിക്ക് വേണ്ടി കാത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ പറയുന്നത്, ദേശം എത്ര പാപത്തിന്റെ പിടിയിലാണെങ്കിലും, എത്രമാത്രം അത് ഒരുപക്ഷെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സ്ഥലമാണെങ്കിലും അവിടുന്ന് വെളിച്ചമായി ദൈവം ചിലരെ കണ്ടിട്ടുണ്ട്. വിശുദ്ധമായ ദൈവം വേർതിരിച്ചെടുത്ത് ആ ദേശത്തുനിന്ന് ബെത്സയിദയൊക്കെ അതുപോലെ അവിടെ അടുത്തുള്ള പ്രദേശങ്ങളുള്ളവരെയാണ് വേർതിരിച്ചെടുക്കാൻ കഴിയാത്തത്.
ഞാൻ പറഞ്ഞത് ആ ദേശം അവനെ അവിടെ വെച്ച് കഥ സൗഖ്യമാക്കിയാൽ അവിടെ അവിശ്വാസമാണ്. ഒരു വെളിയിൽ കൊണ്ടുപോയ ദൈവം അവനെ സൗഖ്യമാക്കി. നീ ഒരു കടക്ക് പോലും ചെയ്തെന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിന്നെ ഒരാൾ കൂടി വീണ്ടും കൂടുതലാക്കും. ഇവര് പറഞ്ഞു പറയും 10 പേര് പറഞ്ഞാൽ മതി, കണ്ണ് കാണത്തില്ല, നീ പൊട്ടന അല്ലെങ്കിൽ നീ അന്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് പിന്നെ അവൻ അന്തനാക്കി. നീ ഒരു കടക്കിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അത് വായിച്ചപ്പോൾ എനിക്ക് അന്നേരം ഇതുമായിട്ട് ബന്ധത്തിൽ എനിക്ക് മനസ്സിലായ ദൈവം എത്രമാത്രം കഠിനതയുള്ളതായിരുന്നു ബെത്ശേബയൊക്കെ. പക്ഷെ അതിന്റെ അകത്ത് നിന്ന് ദൈവം ചില മുത്തുമണികൾ പോലെ രത്നങ്ങൾ പോലെ ഇവരെ വേദനിക്കട്ടിടയാക്കുന്നു. ഇനി കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വലിയ പാരമ്പര്യത്തിന്റെ പോരാട്ടങ്ങളുള്ള വലിയ ഇരുൾ നിറഞ്ഞ സ്ഥലത്തു നിന്നായിരിക്കാം ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ അവിടുന്ന് ദൈവം ഹൃദയങ്ങളെ കാണുമ്പോൾ രക്തങ്ങൾ പോലെ ശേഖരിച്ചെടുക്കുന്നവരാണ് ദൈവമക്കൾ. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല സ്ഥലത്ത് ജനിച്ചുകൊണ്ടോ നല്ലൊരു പാരമ്പര്യമുള്ളത് കൊണ്ടല്ല കർത്താവ് ശിഷ്യനെ വിളിച്ചെടുത്തത്. അതെ, അവരായിരുന്ന മണ്ഡലം, അവരായിരുന്ന ദേശം വളരെയധികം പ്രതികൂലത്തിന്റെ സ്ഥലമായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് ദൈവത്തെ വേർതിരിച്ചെടുത്തത്. എന്നാൽ സാക്ഷാൽ ഇസ്രായേലായിരിക്കുന്ന നദരീനെ ദൈവം യേശുവിനെ ശിഷ്യഗണത്തിൽപ്പെടുത്തിയില്ല എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ തുറന്ന് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തുറന്ന് കാണുന്നത് അവര് പറയും, ഫിലിപ്പോസ് നദരീനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ഇവര് അവർ പറയാ, ഈ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നവരുണ്ട്, തിരുവഴുത്തുകൾ വായിക്കുന്നവരായി അവർ പറഞ്ഞ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ് ഞാൻ മനുഷ്യയെ കണ്ടെത്തുന്ന വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നതാണ് പത്രോസ് പ്രവാചകൻ. ഇവിടെ ഫിലിപ്പോസിനെ ദൈവം വിളിച്ചു കഴിഞ്ഞാൽ ഫിലിപ്പോസ് എന്നതിനെ എന്നെ നദനയോട് പറഞ്ഞു. ഇവരെല്ലാം കൂട്ടുകാർ. ഇവരോട് നദനയില് ഞങ്ങള് ഫിലിപ്പോസിനെ നദനെ കണ്ടു, അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ ഒരു പുച്ഛഭാവത്തോടെയാണ് നദനയിലെ റിപ്ലൈ പറഞ്ഞത്. നദനയിൽ അവനോട് നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഈ നിഷ്കളങ്കന, ശുദ്ധന, ഉള്ളതുപോലൊക്കെ പറയും. അത് പ്രത്യേകത, ഈ നിഷ്കളങ്കന്മാരുടെ പ്രത്യേകത അവർ ഉള്ളത് പറയും. അല്ലാത്തവരൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് അത് ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെ അതിന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പറഞ്ഞാൽ അതൊക്കെ കണ്ടേക്കാം, കണ്ടു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പോയാൽ മതി. പക്ഷെ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു. നസ്രത്ത് വല്ല നന്മയും വരുമോ? നസ്രത്ത് നമുക്ക് അറിയാവുന്നതല്ലേ. അപ്പൊ നസ്രത്തൊന്നും നന്മ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന യേശു എന്ന നസ്രത്തുകാരൻ എന്റെ കണക്കൂട്ടലിൽ അത് മശിയല്ല, നിങ്ങൾ കണ്ടെത്തി തെറ്റിപ്പോയി എന്നാണ് നദനയിൽ അവരോട് പറഞ്ഞത്. ഇവര് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ് ഇവരൊക്കെ ഞങ്ങൾ മശിയെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ദൈവത്തെ കാത്തിരുന്നവനും നല്ല മനസ്സാക്ഷിയുള്ളവനായിരിക്കുന്ന നദനയിൽ പറഞ്ഞു, നിങ്ങളുടെ കണ്ടെത്തൽ ശരിയല്ല. കാരണം നസറത്തിൽ ഒരു നന്മയും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്ന ഈ ക്രിസ്തു നസറത്തുകാരനാണെങ്കിൽ എനിക്കതിൽ വിശ്വാസമില്ല, അത് തിരുവചനത്തിനോട് ബന്ധപ്പെട്ടല്ല നിൽക്കുന്ന രീതിയിലാണ് നന്മയിൽ അവിടെ പറഞ്ഞത്. എങ്കിലും അതിൽ വല്ല നന്മയും കാണുമോ വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ കണ്ടെത്തി, ഞങ്ങൾക്കത് മനസ്സിലായി. അവന്റെ ശബ്ദം കേട്ടപ്പോ, അവന്റെ സാമീപ്യം ഉണ്ടായപ്പോ ഞങ്ങൾക്ക് മാറ്റം വന്നു. നദനയിലെ നിന്നോട് പറഞ്ഞാൽ അത് മനസ്സിലാകട്ടെ. ഇന്ന് രാത്രിയിലും സുവിശേഷത്തിൽ ഞാൻ കർത്താവിനെ കണ്ടെത്തി, ദൈവത്തെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ലോകത്തിനത് മനസ്സിലാകത്തില്ല. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോ, അവന്റെ ശബ്ദം കേൾക്കുമ്പോ, അവനെ സത്യം അന്വേഷിക്കുന്നവരാണെങ്കിൽ അവനെ പിന്നെ വിട്ടുപിരിയാൻ കഴിയത്തില്ല. ഇപ്പോൾ അവർ പറഞ്ഞു, ഫിലിപ്പോസ് മനസ്സിലായി, ഞാൻ പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടത്തില്ല. അവന്റെ ആ മുൻവിധി കൊണ്ട് അവൻ പറഞ്ഞത് ശരിയാണ്. നസറത്തിൽ നിന്ന് ഒരിക്കലും ക്രിസ്തുവരത്തിൽ യഹൂദിയിൽ നിന്ന് യേശു വരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ യഹൂദിയിൽ നിന്ന് ഉദിച്ചു വരുന്ന ക്രിസ്തുവിനെ നദയെന്ന് മനസ്സിലായില്ല. പക്ഷെ എന്നാൽ യേശു ക്രിസ്തു ജനനത്തിൽ
യഹൂദാഗോത്രത്തിൽ ജനിക്കാൻ വേണ്ടി അവിടെ അവനെ നസറേത്തിൽ നിന്ന് യോസഫിനെയും അവന്റെ അമ്മയെയും പൂർണ്ണ ഗർഭിണിയായ മറിയയും അവിടേക്ക് വിട്ടിരുന്നു. അതൊക്കെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവവചനത്തിന് മാറ്റമാണ്. അങ്ങനെ അതുകൊണ്ടാണ് ആ സമയത്ത് ജനസംഖ്യയുടെ എണ്ണമെടുക്കാൻ കാരണമാകുന്ന നിയമം ഉണ്ടാകുകയും അതനുസരിച്ച് ഇവർ പുറപ്പെടുകയും ബേത്ലഹേമിലെത്താൻ, യഹൂദയുടെ ബേത്ലഹേമിലെത്താൻ ഒക്കെ പ്രവചനം അനുസരിച്ച് അവൻ അവിടെ ജനിച്ചത് എന്ന് വളർന്നത് നസറേത്തിലായിരുന്നു. ഒരു യാതൊരുമായ പ്രശംസയും പറയാനില്ലാത്ത ഒരു സ്ഥലമായിരുന്നു നസറേത്ത് എന്ന സ്ഥലം. എന്നാൽ അവിടെ യേശു മുഖാന്തരമായി ആ സ്ഥലം ലോകത്തിൽ ഇന്ന് അറിയപ്പെടുന്ന സ്ഥലമായി മാറും. യേശു ജനിച്ച ബേത്ലഹേം, അതുപോലെ യേശു വളർന്ന അവന്റെ പട്ടണമായിരിക്കുന്ന നസറേത്ത് എന്ന രാത്രിയിലും നസ്രായൻ എന്ന പേരിൽ അവൻ അവിടെ ജനിച്ചതുകൊണ്ട് നസ്രായനായിട്ടുള്ള നസറേത്ത് എന്ന സ്ഥലം അത് ലോകത്തിന്റെ വലിയ ഒരു സ്ഥലമായി മാറ്റപ്പെടുകയാണ്. നമുക്കറിയാം, പൈശാചിക ശക്തികളോ നസനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നത് പറയുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ വിട്ടുപോകുന്നതിന്റെ കാരണം ആ യേശുവിനെ കുറിച്ചുള്ള അഡ്രസ് വെച്ച് പറയുമ്പോൾ മനസ്സിലാകും, പിശാചിന് മനസ്സിലാകും ഈ അവിടെ വളർന്ന യേശുവിന്റെ അവൻ ആരാണെന്നുള്ളത് സാധാരണ അറിയാം. അതുകൊണ്ടാണ് നസനായ യേശുവിനെ കുറിച്ച് നമുക്ക് പറയാം. നസനായ യേശു വളരെ അവസാനം അവര് രേഖപ്പെടുത്തും. നസനായ യേശു അതേക്കുറിച്ച് ഈ അവസാന ഭാഗത്ത് കുരിശുമേൽ എഴുത്തെഴുതിയപ്പോൾ രേഖപ്പെടുത്തിയതിനെ കുറിച്ച് നമുക്ക് ക്രിസ്തുവിന്റെ മേലെഴുതിയ ആ എഴുത്തിൽ നസനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് രേഖപ്പെടുത്തി. അത് 3 പ്രബല ഭാഷകളിൽ രേഖപ്പെടുത്തി. യഹൂദന്മാരുടെ രാജാവായി യേശു ആയിരുന്നു. അതിനെ മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പീലാത്തോസ് ഞാൻ എഴുതിയെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനം അത് നിവർത്തിക്കപ്പെടുമ്പോൾ നിവർത്തിക്കും. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും വചനത്തിൽ വള്ളിയും പുള്ളിയും വിട്ടുപോകത്തില്ല. അത് നടക്കുന്ന പോലെ നടക്കൊണ്ടിരിക്കും. ഈ നന്ദനയോട് പറഞ്ഞപ്പോൾ അവൻ മനസ്സോടെ നിലവിൽ പറഞ്ഞ യേശുവിനൊന്ന് പോയി കണ്ടേക്കാം, നസറേത്തുകാരനായിരിക്കുന്നവനെ കണ്ടേക്കാം വിചാരിച്ചുകൊണ്ട് ഇവനും യേശുവിന്റെ അടുക്കിലേക്ക് വരിക. ഫിലിപ്പോസിനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. അതിനെ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ അവനിൽ കപടം ഇല്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ഈ യേശുവിനെ കണ്ടപ്പോൾ തന്നെ അവന്റെ സാക്ഷ്യം യേശുവിന് പ്രസ്താവിച്ചു. ഉള്ളിലുള്ളത് മുഴുവൻ കാണുന്നവനാണ് നമ്മുടെ കർത്താവ്. ഞാന് നല്ലവനാണോ മോശമാണോ എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തേണ്ടത് കഥ. മനുഷ്യനെ യേശു സാക്ഷ്യപ്പെടുത്തൽ കൃത്യമാണ്. പറഞ്ഞതാ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. അതിനെ അത് കേട്ടപ്പോൾ തന്നെ അവനോട് എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചു. നമുക്കറിയാം, ഈ എന്തെങ്കിലുമൊക്കെ പരിചയമുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ ഇവൻ കാപട്യമുള്ളതാണ്. വൃക്ഷത്തെ ഫലം കൊണ്ടല്ലേ തിരിച്ചറിയേണ്ടത്. കർത്താവ് വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയേണ്ടത്. പറയാ എന്നെ നീ കണ്ടിട്ടില്ല, ഇതുവരെ ഇടപെട്ടിട്ടില്ല, പിന്നെ എങ്ങനെ നീ അറിയും ഞാൻ കപടമില്ലാത്തവനാണെന്നുള്ളത്? നമുക്കറിയത്തില്ല. നമുക്ക് മറ്റുള്ളവരുടെ പ്രവൃത്തികളെ കണ്ടിട്ടേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അവിടത്തെ ഉള്ളവരാണോ നല്ലവരാണോ. അല്ല, വാക്കും സാക്ഷ്യവും പാട്ടും എല്ലാം നമുക്കൊരു പക്ഷേ മറ്റുള്ളവരുടെ രീതിയിൽ കണ്ടിരുന്നത് വിചാരിക്കാൻ നല്ലതാണ്. പക്ഷേ ഇടപെട്ട് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാണ് എന്ന് മനസ്സിലാകുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് നദനയിൽ പറഞ്ഞത്, നമ്മളൊന്നും ഇടപെട്ടിട്ടൊന്നുമില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ, ഒരു സംസാരമോ ഇടപെടലോ ഉണ്ടായിട്ടില്ല, ഞാൻ നിന്നെ ആദ്യമായി കാണുക. പക്ഷെ നിനക്ക് എങ്ങനെ മനസ്സിലായി എന്റെ ഉള്ള് എന്താണെന്ന് എങ്ങനെ മനസ്സിലായെന്നാണ് അവൻ ചോദിച്ചത്. യേശുവിനോട് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ് ജ്ഞാപ്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു പറഞ്ഞു. നീ ഇസ്രായേലാകുന്ന അത്തിയുടെ കീഴിലിരിക്കുന്നവനാണ്. ഇസ്രായേലിനെ കുറിച്ച് 3 വെളിപ്പെടുത്തലുകളാണ് വചനത്തുള്ളതെന്ന് രാഷ്ട്രപരമായി
സാമൂഹികമായി ഇസ്രായേലിനെ അത്യയുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒലിവ് മരത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പഴയ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ, ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ, ദൈവിക പ്രമാണങ്ങളുടെ ബന്ധത്തിലാണ് ഒലിവ് വെളിപ്പെടുത്തുന്നത്. മുന്തിരിയോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവസഭയോടുള്ള ക്രിസ്തുവോടുള്ള ബന്ധത്തിലാണ് മുന്തിരിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്മേഴുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ ഇട്ടിരിക്കുന്ന അത്തി, വഴിയരികയുള്ള അത്തി, അത് ഉണങ്ങിപ്പോയ അത്തി, അതിനെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അത്തി എന്ന് പറയുമ്പോൾ ഇവിടെ അത്തിയെ പ്രതികരിക്കുന്നവനെ കീഴിരിക്കുന്നവൻ. അപ്പോൾ ഇവന് സാമൂഹികമായിട്ടും ജീവിതപരമായിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമുള്ളവനായിരുന്നു. അവൻ ഇരുന്നത് അത്തിയുടെ കീഴിലാണ്. ഇവിടെ കാട്ടത്തിൽ ഉള്ള ഒരു സക്കയെ നമുക്കറിയാം. അവൻ ഇരുന്ന അത്തിയിലല്ല കയറി, കാട്ടത്തിയില കയറിയത്. കാരണം അവന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത അത്. ഈ സാക്ഷാത്സലായിരിക്കുന്ന നദിനിയിൽ ഇരുന്ന് കാട്ടത്തിന്റെ കീഴിലായിരുന്നു അവൻ ഇരുന്നത്. അത്തിയുടെ കീഴിൽ ഇസ്രായേലിനെ രാഷ്ട്രപരമായി സാമൂഹികപരമായി വെളിപ്പെടുത്തുന്ന അത്തിയുടെ കീഴിലാണ് നദിനിയിൽ ഇരുന്നത്. കാരണം അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇസ്രായേൽ എന്ന ആ രാഷ്ട്രത്തെ കുറിച്ചും രാജാവിനെ കുറിച്ചും അന്ന് നടക്കുന്ന അവിടുത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മതസംഹിതകളെ കുറിച്ചും ഭരണത്തെക്കുറിച്ചും ഒക്കെ തലപുകഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്ന നദിനിയലിനെ ദൈവം കണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നല്ല ആഗ്രഹത്തോടെയാ നാം ചിന്തിച്ചുകൊണ്ട് വീട്ടിലൊക്കെ ഇരിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ കാണും കേട്ടോ. കൊർന്നേല്യോസ് അവൻ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം അവന്റെ അടുക്ക വന്നു ദൂതന്മാരെ അയച്ചു. അതിൽ അത്യയുടെ കീഴിരുന്ന് ഇസ്രായേലിനെ വന്ന ഭവിച്ച ഭവിഷ്യത്തുകളെ കുറിച്ചും, രാഷ്ട്രമില്ല, റോമൻ ഗവൺമെന്റ് ആണ് അവരെ ഭരിക്കുന്നത്, പിന്നെ അവനവിടെ ചിന്തിച്ചതൊക്കെ എന്താണ്, എങ്ങനെയാണ്, ഇതൊക്കെ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഒരു രാജാവില്ലല്ലോ, ദാവീദിനെ കുറിച്ചും ശലോമോനെ കുറിച്ചും ഒക്കെ പരിചയമുണ്ടായിരുന്ന ഈ ഇസ്രായേൽ ജനതയുടെ സാക്ഷാൽ സേനായിരിക്കുന്ന നദനിയേൽ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു വിടുതലുണ്ടോ, ഒരു മാറ്റമുണ്ടോ, പ്രവചന പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ദൈവപുത്രൻ രാജാവ് വരുമെന്നൊക്കെയുള്ള വിശ്വാസത്തോടെ അന്ന് അവിടെ ഒരു ചിന്തയുണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ വന്നതോടുകൂടി അവർക്കെല്ലാം കാഴ്ചപ്പാടുണ്ടായി. അവനാണോ ഈ മരുഭൂമിയിൽ നിന്ന് വിളിച്ച ശബ്ദമായി ഈ ക്രിസ്തുവാണോ, ആ പ്രവാചകനാണോ, അത് ഏലിയാവാണോ എന്നൊക്കെയുള്ള ചിന്ത ആ ദേശങ്ങളിലുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ച് ഞാൻ വിചാരിക്കുന്നത് നദനിയേല് ഇങ്ങോട്ട് പോകുന്നില്ല, ഈ ഗലീലയ്ക്ക് പോകുന്നില്ല, യോഹന്നാന്റെ കൈക്കിൽ സ്നാനം എടുക്കാൻ വേണ്ടി പോയില്ല. പക്ഷെ അവൻ അത്തിയുടെ കീഴിൽ യഥാർത്ഥമായ പാരമ്പര്യമുള്ളവനെ കീഴിൽ അവനെ നേരത്തെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞപ്പോൾ അതിനിൽ അവനോട് റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവെന്ന് ഉത്തരം പറഞ്ഞു. ഇതായിരുന്നു അവന്റെ മനസ്സുണ്ടായിരുന്ന ചിന്ത. ഒരു ദൈവപുത്രൻ വരുമല്ലോ, അത്യുന്നത പുത്രൻ വരും, അവൻ ഇസ്രായേലിന്റെ രാജാവാകും, അതെന്നായിരിക്കും എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഈ നദനിയേൽ അത്തിയോടെ പേടിയിരുന്നത്. അവന്റെ മനസ്സിനെ ദൈവം കണ്ടു. ഇവന്റെ ഇതിനുള്ള ചിന്ത ഏതായിരുന്നു, ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടില്ല, അത്യുന്നത പുത്രൻ വരുമല്ലോ, അവൻ രാജാവായിരിക്കുമല്ലോ എന്നൊക്കെയുള്ള ചിന്തയോട് കൂടി നിന്നപ്പോൾ അതേ രീതിയിൽ യേശുവിനെ ആ സംസാരത്തിന്ന് അതിനെ മനസ്സിലാക്കാൻ കഴിയാത്ത പറയാം, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ, നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ഇവരിങ്ങനെ ദൈവത്തിന് പറയാൻ കാരണം ഇവർ പറഞ്ഞ മശിഹയെ കണ്ടെത്തി. ന്യായപ്രമാണത്തിൽ മോശയും യോഹന്നാനും പ്രവാചകന്മാരും പറഞ്ഞു കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ അവൻ അന്നേരം സംശയം ഉണ്ടായിരുന്നെങ്കിലും ഇവന്റെ ഉള്ളത്തെ അറിഞ്ഞ് ഉള്ളമറിയുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ള ഉൾബോധമുണ്ടായപ്പോൾ നദനിയേൽ വിളിച്ചു പറഞ്ഞു, എന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ മുഴുവൻ തിരിച്ചറിയുവാൻ വിവേകിപ്പാൻ കഴിവുള്ള അങ്ങാണ് യഥാർത്ഥമായ ഗുരു, നീ ദൈവപുത്രനാണ്, നീ സാക്ഷാൽ ഇസ്രായേലിന്റെ രാജാവാണ് അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ രാജാവെന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട്, ഞാൻ നിന്നെ
അത്തയുടെ കീഴിൽ കണ്ടുവെന്ന് നിന്നോട് പറയുകൊണ്ടെന്ന് വിശ്വസിക്കുന്നു. നീ ഇതിനേക്കാൾ വലിയത് കാണും എന്നുത്തരം പറഞ്ഞു. ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറിയിറങ്ങി ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്ന് എന്നും അവനോട് പറഞ്ഞു. ഈ സാക്ഷാത്കാരനോട് കർത്താവ് ഒരു ചരിത്രം എന്ന് പറഞ്ഞു കൊടുത്തു. നീ അക്കരെ കീഴിരുന്നപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ പിതാമകനായിരിക്കുന്ന യാക്കോബിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. യാക്കോബ് ഒരു ഗോവണിയെ കണ്ടവനാ. പുസ്തകം 28-ാമത്തെ 13 മുതൽ 15 വാക്യം നമുക്ക് ഇസ്രായേലിന്റെ ഉത്ഭവം തന്നെ യാക്കോബിൽ ഉണ്ടാകുന്നത് ഒരു ഗോവണി കണ്ടുകൊണ്ടാണ്. അപ്പോൾ യാക്കോബ് ഇസ്രായേലായി മാറ്റപ്പെടണമെങ്കിൽ അവനെ അവിടുന്ന് കനാൻ ദേശത്ത് നിന്ന് 16 അയക്കുമ്പോൾ ദൈവം അവനെ വഴിമധ്യത്തിൽ വെച്ച് അവനെ കാണുമ്പോൾ ദൂതന്മാർ കയറി ഇറങ്ങി ചെയ്യുന്ന ബദയിൽ ആക്കി മാറ്റിയ സ്ഥലത്ത് കിടന്നുറങ്ങിയ യാക്കോബ് കണ്ട ദർശനത്തിന്റെ നിഴലായിരുന്നെങ്കിൽ സാക്ഷാത്കാരായിരിക്കുന്ന അതിനോട് പറയാ, നീ നിന്റെ പിതാമകനായിരിക്കുന്നവ ഇസ്രായേൽ എന്ന പേരിന് കാരണമായി തീർന്ന യാക്കോബ് അന്ന് കിടന്നുറങ്ങിയപ്പോൾ അവൻ കണ്ട ദർശനമാണ് ഞാനെന്നാണ് കർത്താവ് വെളിപ്പെടുത്തുക. 28-ാമത്തെ അതിന്റെ 12 വാക്യങ്ങൾ ഇനി എഴുതിയിരിക്കുന്നത്, അവരൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളിച്ചത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. ഈ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. ഈ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നതൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ എന്നോട് അള്ളിച്ചേർന്ന് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉണർന്നു, യോർക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരത്! ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് ദൈവത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വാതിൽ. ഗോവണി മനുഷ്യനെയും ദൈവത്തെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. ഗോവണി ദൂതന്മാർ കയറി ഇറങ്ങി ചെയ്യുന്ന. അപ്പോൾ ഇവിടെ കഥ പറഞ്ഞത്, അന്ന് നിന്റെ പിതാമകനായിരുന്ന ഇസ്രായേലാകുന്ന യാക്കോബ് കണ്ട ദർശനമുണ്ടല്ലോ, നിനക്ക് നന്നായി അറിയാം. ദൂതന്മാർ കയറിയും ഇറങ്ങി ചെയ്യുന്നത് ഗോവണിയിലൂടെയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ഗോവണിയുടെ ആവശ്യം ഇനിയില്ല. ദർശനമായിരുന്നെങ്കിൽ അന്ന് അവൻ കണ്ട സ്വപ്നം, ഞാൻ സ്വർഗത്തിന്റെ വാതിലാകുന്നു. രാത്രി കണ്ടുപിടിക്കാൻ പ്രാർത്ഥിക്കും. യേശു പറയുകയാണ്, ഞാൻ വാതിലാകുന്നു. ഞാനാണ് സ്വർഗമായിട്ട് മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന വാതിൽ. യോഹന്നാൻ 10-ാം 7 യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകും. അപ്പോൾ കഥ പറഞ്ഞു, ആടുകളുടെ വാതിൽ ഞാനാകും. ദൂതന്മാർ കയറിയും ഇറങ്ങിയിരിക്കുന്ന സ്വർഗത്തിന്റെ വാതിൽ ക്രിസ്തുവാണെന്ന് സാക്ഷാത്കാരം എന്ന അതിനോട് പറഞ്ഞു. അന്ന് യാക്കോബ് കണ്ട ദർശനമുണ്ടല്ലോ, കിടന്നുറങ്ങിയിട്ട് ഗോവണി കണ്ടില്ലേ, ദൂതന്മാർ കയറി ഇറങ്ങിച്ചതില്ലേ, അവിടെയല്ലേ പിന്നീട് ദൈവത്തിന്റെ ആലയം പണിയപ്പെടുവാൻ വേണ്ടി ബദലാക്കി ദൈവം അതിനെ നിങ്ങൾ മാറ്റിയെടുത്തത്. എന്നാൽ അത് തീരാൻ പോവുകയാണ്. അതിന് യഥാർത്ഥമായിരുന്ന ദൈവത്തിന്റെ മന്ദിരം ഞാൻ തന്നെ. 2-ാമത്തെ പറയുന്നത്, 2-ാം യേശു തന്റെ ശരീരമെന്ന മന്ദിരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ 1-ാം ഇവിടെ സന്ദേശം അബിയോട് സാക്ഷാത്കാരം പറഞ്ഞാൽ ഇത് മനസ്സിലാകുന്നു. അവൾ പറഞ്ഞു, നിന്റെ പിതാവായിരിക്കുന്ന യാക്കോബ് കിടന്നുറങ്ങി കണ്ട ദർശനമുണ്ടല്ലോ, ഗോവണി കണ്ടില്ലേ, കയറിയും ഇറങ്ങുകയും ചെയ്യുന്ന ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലമായി കണ്ടില്ലേ, അതിനല്ലേ പിന്നീട് ദേവാലയമാക്കി മാറ്റിയത്. 46 മത്സ്യമുണ്ട്, അവിടെ ദേവാലയം മാറ്റില്ലേ, അത് ഞാൻ തന്നെയാണ്. നിഴലായിരുന്നു ആ ദൈവത്തിന്റെ ആലയം, മന്ദിരം ഞാനാകുന്നു എന്ന് ഉള്ള സന്ദേശം കൊടുത്തുകൊണ്ടാണ് 2-ാം അത് വെളിപ്പെടുത്തുന്നത്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സ്വർഗത്തിന്റെ വാതിലാകുന്നു. അവൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. അതിലോ പറഞ്ഞു, ദൂതന്മാർ കയറിയും ഇറങ്ങി ചെന്ന ഗോവണി യാക്കോബ് കണ്ടെങ്കിൽ അന്നവൻ കണ്ടത് ആ വാതിൽ
സാക്ഷാൽ വാതിൽ ഞാനാകും. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി വെളിപ്പെടുത്തിയപ്പോൾ ആ അധ്യായം പറഞ്ഞ് അവസാനിപ്പിച്ച കഥ പറഞ്ഞു, യാക്കോബ് കണ്ട ദർശനത്തിന്റെ സ്വർഗത്തിന്റെ വാതിൽ ഞാനാകുന്നുവെന്ന് സാക്ഷാത് നമ്മൾ പറഞ്ഞതെങ്കിൽ രാത്രിയിൽ നമുക്ക് അങ്ങനെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവ് നമ്മുടെ വാതിലാണ്, അടഞ്ഞിടക്കുന്ന വാതിലല്ല നമുക്ക് തുറക്കപ്പെട്ടത്. സ്വർഗത്തിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വാതിലായി തിരുവാൻ യാക്കോബുള്ള ഗോപുണി മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന ഒരു ദിവസം വരുമെന്ന് യാക്കോബിന്റെ ദർശനം കൊടുക്കാതെ തോന്നുന്നു. അത് പഴയ നിയമത്തിൽ ആലയമായി രൂപപ്പെടുവാനിടയെത്തുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തു എന്ന മന്ദിര മുഖാന്തരം, ശരീരം മുഖാന്തരം ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വാതിലായി തീർന്ന് രക്ഷയുടെ വഴി വാതിൽ തുറന്നു തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ഈ അധ്യായത്തിന്റെ പഠനം കൂടെ പൂർത്തീകരിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കുന്ന ദൈവം നാളെ 2-ാം അധ്യായത്തിന്റെ പഠനത്തെ പ്രവേശിക്കാനായിരിക്കും പ്രാർത്ഥനയോടെ കൂടി വരണമേ എന്ന ഏതുമായിട്ട് അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക്സ്.